ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇനിയാണ് ഈ നക്ഷത്രക്കാർക്ക് രാജകീയമായ ജീവിതം വന്നു ചേരുന്നത്. 6 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ തലവര തെളിയും. പണവും പൊന്നും കുമിഞ്ഞുകൂടും. 2025 ജനുവരി 28-ന്, അതായത് 1200 മകരം 15-ന് ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ പ്രവേശിക്കുന്നു. ഇത്തവണത്തെ ശുക്രന്റെ മീനം രാശിയിലെ ഉച്ചസ്ഥിതി ഈ സഞ്ചാരത്തിന് വലിയ ഒരു സവിശേഷതയുണ്ട്. ഏതാണ്ട് 4 മാസത്തിലധികം ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. ശരാശരി ഒരു മാസക്കാലമാണ് ശുക്രൻ ഒരു രാശിയിൽ ഉണ്ടാകുക. ഇത്തവണ 120-ലധികം ദിവസം മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. അതായത് ജനുവരി 28 മുതൽ മെയ് 31 വരെ. മകരം 15 മുതൽ ഇടവം 17 വരെയാണ് ശുക്രൻ മീനം രാശിയിലൂടെ കടന്നു പോകുക. മീനരാശിയിലെ നക്ഷത്രങ്ങളായ പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയിലാകും ഇക്കാലത്ത് ശുക്രന്റെ സഞ്ചാരം. നിലവിൽ ശുക്രൻ കുംഭം രാശിയിൽ പോരുരുട്ടാതി നക്ഷത്രത്തിലാണ്. ജനുവരി 28-ന് മീനം രാശിയിൽ പ്രവേശിച്ച് പോരുരുട്ടാതി 4-ാം പാദത്തിലൂടെ സഞ്ചരിക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതി വരെ പോരുരുട്ടാതി നക്ഷത്രത്തിലുണ്ടാകും. തുടർന്ന് ഏപ്രിൽ 1-ാം തീയതി വരെ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. ശേഷം വക്രഗതിയായി പൂരുരുട്ടാതിയിലേക്ക് വന്നുചേരും. ഏപ്രിൽ 25-ന് വീണ്ടും നേർഗതിയായി ഉത്രട്ടാതിയിൽ പ്രവേശിക്കുകയാണ്. മെയ് മാസം 16-ന് രേവതിയിലേക്ക് സംക്രമിക്കും. ഇത് കൂടാതെ മാർച്ച് മാസം 18 മുതൽ 28 വരെ, അതായത് മീനം 4 മുതൽ 14 വരെ മൗഢ്യാവസ്ഥയും ശുക്രന് വന്നുചേരും. ഗ്രഹങ്ങളിൽ ഭൗതികതയുടെ ലൗകിക സുഖ അനുഭവങ്ങളുടെ അധിപൻ അഥവാ കാരക ഗ്രഹമാണ് ശുക്രൻ. മനുഷ്യന്റെ ജീവിതാസക്തിയും പ്രേമവും വാത്സല്യവും ധനധാന്യ സമൃദ്ധിയും കലയും സൗന്ദര്യ ആരാധനയും എല്ലാം ശുക്രന്റെ വരുതിയിൽ വരുന്ന കാര്യങ്ങളാണ്. മണ്ണിൽ നിൽക്കുമ്പോഴും വിണ്ണിലെന്നോണം സുഖലോലുതയിൽ മുഴുകുവാൻ ശുക്രൻ മനുഷ്യന് വഴിയൊരുക്കുന്നു. ഗോചരാൽ നമ്മുടെ ജന്മരാശിയുടെ, അതായത് ജനിച്ച കൂറിൻ്റെ 6, 7, 10 എന്നീ 3 ഭാവങ്ങളിലൊഴികെ മറ്റുള്ള 9 ഭാവങ്ങളിലും അനുകൂലമായ ഫലം തരുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇത്രയും വാദാന്യത മറ്റൊരു ഗ്രഹത്തിനും പറയാനുമില്ല. പ്രതികൂല ഫലങ്ങളാകട്ടെ എപ്പോഴും നാമമാത്രമായിരിക്കും. മേടരാശി മുതൽ മീനരാശി വരെയുള്ള 12 രാശികളിൽ വരുന്ന, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാരുടെ 12-ാം രാശിയായ മീനത്തിൽ ശുക്രൻ ഉച്ചനാവുന്നു. മേടരാശിക്കാർക്ക് ധനസ്ഥാനമായ ഇടവം രാശിയുടെ അധിപനാണ് ശുക്രൻ. അതിനാൽ ധനപരമായി പല നിലയ്ക്കും വളരെയധികം ധനനേട്ടം വന്നു ചേരുന്ന കാലമാണ്. നിങ്ങളുടെ കിട്ടാക്കടങ്ങൾ എന്നു കരുതിയവയെല്ലാം തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിന് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. യാത്രകൾ കൊണ്ട് മെച്ചവും നിങ്ങൾക്ക് ഈ കാലഘട്ടം പ്രതീക്ഷിക്കാം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് തൊഴിൽ മാറ്റത്തിനുള്ള സാഹചര്യം അനുകൂലമായി ഭവിക്കുന്നതാണ്. ഉപരി വിദ്യാഭ്യാസത്തിന് ബാങ്കുകളിൽ നിന്നും ലോൺ ലഭിക്കും. സ്ത്രീകളുടെ ഇടയിൽ വളരെയധികം സ്വീകാര്യത വന്നുചേരും. ആഡംബര വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുവാനിടയുണ്ട്. സുഹൃത്ത് സമാഗമങ്ങൾ സംഘടിപ്പിക്കുവാൻ ചെലവ് വന്നുചേരും. പ്രണയിക്കുന്ന ആളുകൾക്കും ദമ്പതികൾക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ശുക്രൻ ഏറ്റവും അനുകൂലമായ 11-ാം ഭാവത്തിലാണ്. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം പ്രതീക്ഷിക്കാം. ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ്. പരീക്ഷ, മത്സരം, അഭിമുഖം ഇവയിൽ നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് ഒരു രീതിയിലും നിരാശപ്പെടേണ്ടി വരില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും വളരെയധികം ധനനേട്ടവും വന്നുചേരും. പ്രണയബന്ധത്തിനും വിവാഹ സാഫല്യത്തിനും
അവസരം ഒരുങ്ങുന്നതാണ്. ഗൃഹനിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. പിണങ്ങിക്കഴിയുന്നവർ, അതായത് ദമ്പതികൾ, കൂട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കൾ, ഇവരെല്ലാം ഇണക്കത്തിലാകുന്ന കാലം തന്നെ. പുതിയ വാഹനം വാങ്ങുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്നും ധാരാളം ലാഭം വന്നുചേരും. കലാപ്രവർത്തകരെ ധാരാളം പുതിയ അവസരങ്ങൾ തേടി വരുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ഈ കാലഘട്ടം നിങ്ങൾക്ക് സാധിക്കും. പുതിയ ആശയങ്ങൾ, ആവിഷ്കാരങ്ങൾ എന്നിവ ജനപ്രീതി പിടിച്ചു പറ്റുന്ന കാലമാണ്. സുഖഭോഗം, സമ്മാനലബ്ധി, മാനസിക സ്വച്ഛത എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാർക്ക് കരഗതമാകും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയുടെ 6, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലത കുറയുകയും എന്നാൽ ഉച്ചസ്ഥിതിയിലാകുകയാൽ സാമാന്യമായ ഗുണാനുഭവങ്ങൾ മിഥുന രാശിയിലെ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വരുമാന മാർഗം വളരെയധികം ഉയരുന്നതാണ്. നിലവിലത്തെ ബിസിനസ് ആ നിലയിൽ തന്നെ തുടരുവാൻ സാധിക്കും. എന്നാൽ നവീകരണ ശ്രമങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. പുതിയ ശാഖകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ കാലമല്ല. ധനപരമായ സഹായ വാഗ്ദാനങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. വരവിലധികം ചെലവ് ഉയരുന്നതാണ്. ഗാർഹികമായ ആവശ്യങ്ങൾ വളരെയധികം വർദ്ധിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച മുന്നേറ്റം ഒരു രീതിയിലും കൈവന്നേക്കില്ല. ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നിലനിർത്തുവാൻ സഹിഷ്ണുതയും അനുരഞ്ജനവും ആവശ്യമായി വരുന്ന കാലമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4 പാദം, പൂയം, ആയില്യം. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രന് ഉച്ചസ്ഥിതി വന്നിരിക്കുകയാണ്. വളരെയധികം ശുഭ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ വളരെയധികം ഭാഗ്യമുള്ള കാലമാണ്. നറുക്കെടുപ്പ്, ലോട്ടറി, ചിട്ടി മുതലായവയെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. ധനവരവ് സുഗമമായി വന്നുചേരും. ക്ലേശിച്ചാലും നേടാനാവാത്ത കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നേടുവാൻ കഴിയുന്നതാണ്. പുതുവസ്ത്ര ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇവ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും. പ്രണയാനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തരളമാക്കുന്നതാണ്. നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വന്നുചേരും. ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിവാഹ തടസ്സങ്ങളും മാറിക്കിട്ടും. കുടുംബ സ്വത്തിന്മേലുള്ള തർക്കങ്ങളെല്ലാം പരിഹൃതമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ കാലഘട്ടം ഭൗതിക വളർച്ചയ്ക്കൊപ്പം ആത്മീയമായ സാധനങ്ങൾ നിർവഹിക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1 പാദം. 8ാം ഇടത്തിലെ സ്ഥിതിയിൽ മാറ്റമുള്ള ഗ്രഹങ്ങൾ അനിഷ്ട ഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ അനുകൂലമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. കാര്യ തടസ്സങ്ങളെല്ലാം നീങ്ങി കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. കരാർ പണികളിൽ തുടർച്ച കൈവരുന്നതാണ്. തൊഴിലിടത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും പുലരും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ രീതിയിലും സിദ്ധിക്കുന്നതാണ്. വ്യാപാരത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് മെനയുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ലോൺ പാസ്സായി കിട്ടുന്നതാണ്. രോഗാവസ്ഥകളാൽ വലയുന്ന ആളുകൾക്ക് രോഗത്തിൽ വളരെയധികം ആശ്വാസം ഭവിക്കുന്ന കാലമാണ്. നിങ്ങളുടെ മകളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം പ്രതീക്ഷിക്കാം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജന്മനാട്ടിലെത്തുവാൻ സാധിക്കും. പാഴ്ചെലവുകൾ, മേനി നടിക്കാനുള്ള പ്രവണത, ദുസ്വാതന്ത്ര്യത്താൽ വ്യക്തിബന്ധത്തിൽ വിള്ളൽ എന്നിവയും സാധ്യതകളാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദം. 7ാം ഇടം ഗോചരാൽ ശുക്രന് അനുകൂലമല്ല. എന്നാൽ ഉച്ചസ്ഥിതിയിൽ ഗുണാനുഭവങ്ങൾക്ക് വളരെയധികം മുൻതൂക്കമുണ്ടാകും. ബിസിനസ് യാത്രകൾ നിരന്തരമാകുന്നതാണ്. പഠനം, തൊഴിൽ ഇവയ്ക്കായി വിദേശത്ത് പോകുവാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അവസരം വന്നുചേരും.
വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കുറച്ചൊക്കെ അസംതൃപ്തി വന്നുചേരും. നിക്ഷേപങ്ങൾ, ഊഹക്കച്ചവടം ഇവയിൽ വളരെയധികം കരുതൽ വേണ്ട സമയമാണ്. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം ഉയർന്ന പുരോഗതിയിലേക്ക് വന്നുചേരും. ജീവിത ചെലവുകൾ അല്പം വർദ്ധിക്കുന്ന കാലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സമ്മിശ്രമായ അനുഭവം വന്നുചേരും. വ്യത്യസ്ത ദിക്കുകളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ ദിക്കിൽ സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് കാത്തിരിപ്പ് ഇനിയും ആവശ്യമാണ്. മുൻകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും നിങ്ങളുടെ സൗഹൃദം പുതുക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. തുലാം രാശിക്കാർക്ക് 6-ാം ഇടത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 6, 7, 10 എന്നീ ഭാവങ്ങളിൽ ശുക്രന്റെ ഗുണപരത കുറയുന്നതാണ്. എന്നാലും ഉച്ചസ്ഥിതി എന്ന മേന്മയുണ്ടാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഫലപ്രദമായ തുടർ ചികിത്സ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ഏറിയും കുറഞ്ഞും കൂട്ടിനുണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന കാലമാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ഭാഗികമായി ചെറുക്കുവാൻ സാധിക്കും. കടബാധ്യത കുറയ്ക്കുവാൻ സാധിക്കുമ്പോൾ തന്നെ കൂടുതൽ കടബാധ്യത വന്നു ചേരുവാനുള്ള സാഹചര്യം ഉരുത്തിരിയാം. സ്വന്തം തൊഴിലിൽ കൂടുതൽ മുതൽ മുടക്കിന് ഈ സന്ദർഭം ഒരു രീതിയിലും അനുയോജ്യമാവില്ല. കമിതാക്കൾക്കിടയിൽ ഈഗോ കടന്നു വരുന്നതാണ്. വിവാഹ തീരുമാനം നീളുവാനിടയുണ്ട്. നിങ്ങളുടെ ദൂരയാത്രയ്ക്കുള്ള ഒരുക്കം പാതി വഴിയിൽ നിലയ്ക്കാം. മത്സരങ്ങളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടായില്ലെന്ന് വന്നേക്കാം. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട. 5-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരികയാൽ സന്താനങ്ങൾക്ക് ക്ഷേമമുണ്ടാകും. പഠിപ്പ്, ജോലി, വിവാഹം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷം സംജാതമാകുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ അവസരം വന്നു ചേരും. നിങ്ങളുടെ ഭാവനയും പ്രതിഭാവിലാസവും സമൂഹത്തിൻ്റെ അംഗീകാരം സമ്മാനിക്കും. കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ്. തൊഴിൽ ക്ലേശങ്ങൾ ഒട്ടാകെ പരിഹരിക്കപ്പെടും. ആദായം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. ലോട്ടറി, നറുക്കെടുപ്പ്, ചിട്ടി മുതലായവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാം. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ ഉന്നതിയും കൈവരുന്നതാണ്. സുഖഭോഗം, മനസമാധാനം എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പദവികളും പുരസ്കാരങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക് അവ കരഗതമാകും. ബന്ധുക്കളുടെ ഇടയിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കും. നവസംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലഘട്ടമാണ് വൃശ്ചിക രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. 4-ാം ഇടത്ത് ശുക്രൻ സഞ്ചരിക്കുന്നു. തന്മൂലം 4-ൽ സ്ഥിതി ചെയ്യുന്ന രാഹു കുറച്ചു കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിലോമ ഫലങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതാണ്. വാഹനം വാങ്ങുവാനോ വീട് വാങ്ങുവാനോ വീട് പണിയുവാനോ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പൊതു ചികിത്സ വളരെയധികം ഗുണപ്രദമാകും. നിങ്ങളുടെ ആത്മാഭിമാനം ഉയരുന്ന കാലമാണ്. ഗൃഹത്തിലെ അനൈക്യമെല്ലാം മാറിക്കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ അനപേക്ഷിതമായി തന്നെ വന്നു ചേരും. നിങ്ങളുടെ ജന്മനാട്ടിൽ പോയി കുടുംബക്ഷേത്രം, വിവാഹാദികൾ എന്നിവയിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ ആലസ്യങ്ങളും മാറിക്കിട്ടും. നവസംരംഭങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും. വസ്തുവകകളിൽ നിന്നും ധനാഗമം വന്നു ചേരും. പൊതുവെ ക്ഷേമവും സമാധാനവും പുലരുന്ന കാലമാണ് ധനുരാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. സഹായ സ്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന 3-ാം ഇടത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പിണങ്ങിയവരെ ഇണക്കും. അകന്നു പോയവരെ അടുപ്പിക്കുന്നതാണ്. നിസ്സഹകരണം തുടർന്നുകൊണ്ടിരിക്കുന്നവർ സഹകാരികളായി മാറപ്പെടും. ഒറ്റപ്പെട്ടു പോയവർക്ക് അനർഹമായ ഒരു പിന്തുണ കരഗതമാകുന്ന കാലമാണ്. ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും തടസ്സങ്ങൾ അകന്ന് യാഥാർത്ഥ്യമാകും.
രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സ്വാധീനം ഉയരുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ വളരെയധികം വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്ന ആളുകൾക്ക് സ്വകാര്യ മേഖലയിൽ അവസരങ്ങൾ വന്നുചേരും. സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. ശാസ്ത്രജ്ഞരുടെ നവീകരണങ്ങളായ ചിന്തകൾ സമൂഹത്തിൽ ചലനമുണ്ടാക്കും. കടക്കെണിയിൽ നിന്നും ഒട്ടാകെ പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളുടെ ക്ഷേമത്തിനായി ചില നടപടികൾ സ്വീകരിക്കും. സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടുന്ന കാലം കൂടിയാണ് മകരം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. രണ്ടാം ഭാവത്തിലാണ് ശുക്ര സഞ്ചാരം. വാക്കുകൾ പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ മാധുര്യമുള്ളതാകും. രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന ധനക്ലേശം മാറിക്കിട്ടും. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളെല്ലാം അകന്നു മാറുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഏകാഗ്രതയുണ്ടാകും. കലാപഠനത്തിന് അവസരം തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ സൗഹൃദം വളരെയധികം ദൃഢമാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ കാലമാണ്. പൊതുമാധ്യമത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം ഉയരും. പരാജയപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞേക്കുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാനോ മോടി പിടിപ്പിക്കുവാനോ സാധിക്കുന്നതാണ്. അന്യദേശവാസം അവസാനിപ്പിക്കുവാനും ജന്മനാട്ടിലേക്ക് മടങ്ങുവാനും സാഹചര്യം സംജാതമാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്ന കാലമാണ്. വില കൂടിയ മുഖ ആഭരണങ്ങൾ വാങ്ങുവാനും സാധിക്കും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി രേവതി. ജന്മരാശിയിൽ ശുക്രൻ ഉച്ചനാണ്. ചന്ദ്രനും ശുക്രനുമൊഴികെ മറ്റ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ശുക്രനാകട്ടെ സുഖഭോഗങ്ങൾക്ക് കാരണമാകും. മനസ്സിൽ പ്രണയഭാവങ്ങൾ മുട്ടിട്ട് തുടങ്ങുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ദാമ്പത്തിക പ്രവേശനം സഫലമാകുന്ന കാലമാണ്. നിങ്ങളുടെ കൂട്ടുകച്ചവടത്തിൽ വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച പോലെ കുടുംബം വിദേശത്ത് പോകുവാനോ അന്യനാട്ടിൽ താമസം മാറ്റുവാനോ സാധിക്കുന്നതാണ്. കലാകാരന്മാരായ ആളുകൾക്ക് അരങ്ങത്തും അണിയറയിലും ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അധികാരമുള്ള പദവികൾ നിങ്ങളെ തേടി വരും. ചന്തമേറിയ വേഷഭൂഷകൾ അണിയുവാൻ തയ്യാറാകും. ഏജൻസി വ്യാപാരത്തിൽ ലാഭം ഉയരുന്നതാണ്. നിങ്ങൾക്ക് ഈ കാലയളവിൽ സ്ത്രീ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും കൂടുന്നതാണ്. നിങ്ങളുടെ സഹോദരന്മാരുമായുള്ള സ്വത്ത് തർക്കം അവസാനിക്കും. സാമ്പത്തികമായ സമ്മർദ്ദത്തിൽ നിന്നും വളരെയധികം മോചനം വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.